ഹായ് എവ്രി വൺ, എൻ്റെ പേര് ലക്ഷ്മി മേനൻ എന്നാണ്. ഞാൻ ഫീസ് പാലറ്റ് ഇൻ്റർനാഷണലി സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്ട്രി ട്രെയിനിങ് അക്കാഡമിയുടെ CEO ആൻഡ് ഫൗണ്ടറാണ്. ഞാൻ ഓൾസോ ഇവിടുത്തെ ചീഫ് എഡ്യൂക്കേറ്ററും കൂടെയാണ്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ഇൻ്റർനാഷണലി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡിപ്ലോമ ഇൻ മേക്കപ്പ് ആർട്ടിസ്ട്രി ആൻഡ് ഹെയർ സ്റ്റൈലിംഗ് കോഴ്സിൻ്റെ സിലബസും സ്ട്രക്ചറും അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫേസ് പാലറ്റിലെ കോഴ്സസ് ഇന്റർനാഷണലി സർട്ടിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ കോഴ്സസും സിസ്റ്റമാറ്റിക് ആയിട്ടും ഒരു കരിക്കുലം ബേസിസിലാണ് പോകുന്നത്. നമ്മളൊരു കാര്യം പഠിക്കണം, ഒരു കൈത്തൊഴിൽ പഠിക്കുമ്പം എപ്പോഴും മനസ്സിലാക്കുക, അതിൽ 2-3 റെസിപ്പിയോ അല്ലെങ്കിൽ 2-3 റുട്ടീന് മാത്രമല്ല ഉള്ളത്. അത് എപ്പോഴും പഠിക്കുന്നതിന് അതിൻ്റെതായ ചിട്ടകളും ചില നിയമങ്ങളും ഉണ്ട്. അപ്പം ഏതൊരു സ്കിൽ ബേസ്ഡ് ഇൻഡസ്ട്രിയിൽ നിങ്ങൾ പഠിക്കാൻ പോകുമ്പോഴും എപ്പോഴും അതിൻ്റെ ഒരു കരിക്കുലം നോക്കി, മോഡ്യൂൾസ് നോക്കി, സ്ട്രക്ചർ നോക്കി, അതിനകത്ത് എന്തൊക്കെ ആ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കൈ തെളിയാൻ നിങ്ങൾക്ക് എന്തൊക്കെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരു അക്കാഡമി തരുന്നുണ്ടെന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എൻറോൾ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇത് മുഴുവൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ ഫേസ് പാലറ്റിലെ ഡിപ്ലോമ കോഴ്സിൽ നിങ്ങൾക്ക് ഒരു തിയറിറ്റിക്കൽ സ്റ്റഡി ഉണ്ടാവും. ഒരു കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് മേക്കപ്പ് ആർട്ടിസ്ട്രി എന്താണ്, മേക്കപ്പ് ആർട്ടിസ്ട്രി ഒരു സയൻസ് ആണ്. അപ്പോൾ ആ സയന്റിഫിക് ആസ്പെക്ട്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തിയറിറ്റിക്കൽ ബേസിസിൽ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരും. പ്രൊഡക്റ്റുകളെ കുറിച്ച് ഫെമിലിയറൈസ് ചെയ്യിക്കും, സ്കിൻ എന്ന ക്യാൻവസിനെ കുറിച്ചിട്ട് നന്നായിട്ട് പറഞ്ഞു തരും, പ്രൊഡക്റ്റിൻ്റെ ലേബിൾസ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു തരും, ബ്രാൻഡുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു തരും. അതും ഓപ്ഷൻസ് വരെ ഞങ്ങൾ തരുന്നത് കുട്ടികൾക്ക് ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു ഓപ്ഷൻ പറഞ്ഞു തന്നിട്ട് ഇത് മതി അങ്ങനെയല്ല. ഫേസ് പാലറ്റിലെ കോഴ്സിൽ ഞങ്ങൾ എപ്പോഴും പറയുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്താണ് മാർക്കറ്റിൽ ഏറ്റവും നല്ലതുള്ളത്. അതുപോലെ തന്നെ എക്സ്പെൻസീവ് ലെവലിൽ നിങ്ങളൊരു വശം വന്നു കഴിഞ്ഞാൽ കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഹൈ എൻഡ് പ്രൊഡക്ട്സ് എന്തൊക്കെയാണുള്ളത് അതൊക്കെ നമ്മൾ ഇവിടുന്ന് കവർ ചെയ്ത് പറഞ്ഞു തന്നിട്ടാണ് നമ്മൾ ഇവിടുന്ന് കുട്ടികളെ വിടുന്നത്. തിയറിറ്റിക്കൽ ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽസ് തുടങ്ങും. പ്രാക്ടിക്കൽസ് തുടങ്ങുമ്പോഴാദ്യം ആദ്യം ഒരു ഡെമോ കാണിച്ചു ഒരു സിമ്പിൾ ലുക്ക് നിങ്ങളെ കാണിച്ചു തന്ന് അതിൽ നിന്ന് നിങ്ങളെ പതുക്കെ കൈ തെളിയിച്ച് ലെവൽ 2ലേക്കും, ലെവൽ 2ൽ നിന്ന് കൈ തെളിയിച്ച് ലെവൽ 3ലേക്കും അങ്ങനെ ബിൽഡ് ചെയ്താണ് നമ്മൾ എപ്പോഴും റുട്ടീൻസ് എടുക്കുന്നത്. നമ്മുടെ മേക്കപ്പ് മോഡ്യൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ മോഡ്യൂൾ ഉണ്ട്. ഹെയർ സ്റ്റൈലിംഗ് മോഡ്യൂൾ ആദ്യമായിട്ട് കുട്ടികൾ വരുമ്പം ബിഗിനേഴ്സിന് പറ്റുന്ന രീതിയിലെല്ലാം സ്ട്രക്ചർ ചെയ്ത് അവർക്ക് ബേസിക്സും ഒക്കെ തയ്യാറാക്കിയതിനു ശേഷമാണ് അവർക്ക് വേരിയേഷൻസ് തന്നെ പഠിപ്പിക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫേസ് പാലറ്റിലെ ഡിപ്ലോമ കോഴ്സിന്റെ ടെക്സ്റ്റ് ബുക്ക്. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫുൾ കരിക്കുലമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. റുട്ടീൻസ് തൊട്ട്, പ്രൊഡക്റ്റുകൾ തൊട്ട്, റെസ്പോൺസിബിലിറ്റീസ് തൊട്ട്, ഹൈജീൻ പ്രോട്ടോകോൾസ് തൊട്ട് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഫേസ് പാലറ്റിലെ ഡിപ്ലോമ ഇൻ മേക്കപ്പ് ആർട്ടിസ്ട്രി ആൻഡ് ഹെയർ സ്റ്റൈലിംഗ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇംഗ്ലീഷ് ആണ്, ബിക്കോസ് വി ആർ ഇന്റർനാഷണലി സർട്ടിഫൈഡ്, ബട്ട് വി ഓൾസോ ഹാവ് മലയാളം PDF വരെ ഞങ്ങൾക്ക് ഉള്ളതാണ്. ഓക്കെ, നൗ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് ഉപരിയിൽ ഞങ്ങൾ ലെക്ചറിൽ കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്ക് അതുപോലെ തന്നെ PDF ആയിട്ടും ഓൺലൈനായിട്ടൊക്കെ പ്രൊഡക്റ്റുകളുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഷോപ്പ് ചെയ്യാൻ എളുപ്പത്തിനും ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പത്തിനും എല്ലാം ഇവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്. അതുകൂടാതെ ഡിപ്ലോമ സ്റ്റുഡൻസിന് ഇതുപോലൊരു വർക്ക് ബുക്ക് ഉണ്ട്. ഈ വർക്ക് ബുക്കിൽ അവർക്ക് ചെയ്ത് പഠിക്കാനുള്ള ഫുൾ വർക്ക് ബുക്കാണ് ഡ്യൂറിംഗ് ദിയർ കോഴ്സ് പീരീഡ് എന്ന് പറയുന്നത്. ഒരു 1 മന്ത് ടൈം എന്ന് പറയുന്നത് അവർക്ക് ഫുൾ ടൈം ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കും ഇവിടെ അക്കാഡമിയിൽ. ആ 1 മന്തിന് ശേഷം അവർക്ക് ഉള്ളതെന്ന് പറയുന്നത് അസൈൻമെന്റ് വർക്ക്സ് ആണ്. അസൈൻമെന്റ് വർക്ക്സ് എന്ന് പറയുന്നത് കരിക്കുലത്തിന്റെ വലിയൊരു ഭാഗമാണ്. ബിക്കോസ് വി വോണ്ട് ടു ട്രെയിൻ ദം ടു ബി ഇൻഡിപെൻഡന്റ്. അവർക്ക് സ്വന്തമായ വർക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും എബിലിറ്റിയും ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ക്രിട്ടിക്കൽ ക്രൈറ്റീരിയ ആണ് ആസ് എ ഡിപ്ലോമ ഹോൾഡർ. അതുകൊണ്ട് തന്നെ അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ വീട്ടിൽ നിന്ന് അസൈൻമെന്റ്സ് ചെയ്ത് വിത്തിൻ ദി ഡെഡ് ലൈൻ അവരെ സബ്മിറ്റ് ചെയ്യണം. ഈ അസൈൻമെന്റ്സ് എല്ലാം അതിനകത്ത് റെക്കോർഡഡ് ആൻഡ് മോണിറ്റേർഡ് ആണ്. ഇൻ ഫ്രണ്ട് ഓഫ് യു നിങ്ങൾ ഈ കാണുന്നത് ഞങ്ങളുടെ ഡിപ്ലോമ ഇൻ മേക്കപ്പ് ആർട്ടിസ്ട്രി സ്റ്റുഡൻസിന്റെ റിപ്പോർട്ട് കാർഡാണ്. അവർ ഗ്രാജുവേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു റിപ്പോർട്ട് കാർഡാണ്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഓരോ കാര്യങ്ങളും ഇവർ സ്ട്രിക്ട്ലി മോണിറ്റേർഡ് ആണ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ക്ലാസ്സിന്റെ അറ്റൻഡൻസ് തൊട്ട്, പെർഫോമൻസ് തൊട്ട്, ഗ്രാസ്പിംഗ് എബിലിറ്റി തൊട്ട്, അവരുടെ ക്രിയേറ്റീവ് സ്കില്ല് വരെ നമ്മൾ ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ കാണുന്ന ഈ പേജസിൽ കാണുന്നതെല്ലാം അവരുടെ അസൈൻമെന്റ് വർക്കിന്റെ എല്ലാ ഇവാലുവേഷനും നടക്കുകയാണ്. അതിനകത്ത് അവർ കണ്ണെങ്ങനെ ചെയ്തിരിക്കുന്നു, ലിപ്സ് എങ്ങനെ ചെയ്തിരിക്കുന്നു, അവരുടെ സ്കിൻ അനാലിസിസ് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും, ഹെയർ സ്റ്റൈലിംഗ് എങ്ങനെയാണ്, എല്ലാം നമ്മൾ ഇവിടുന്ന് ശരിക്കും നോട്ട് ചെയ്യുന്നതാണ്. സോ അസൈൻമെന്റ്സ് ഒരു ക്രിട്ടിക്കൽ എലമെന്റ് ആണ് ഫോർ യുവർ ഡിപ്ലോമ മോഡ്യൂൾ.
അങ്ങനെ അവർക്ക് 4 അസൈൻമെന്റ്സ് ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്, ഇൻക്ലൂഡിങ് 10 റുട്ടീൻസ് ആയിരിക്കും ആ 4 അസൈൻമെന്റ്സിൽ വരുന്നത്. ഡിപ്ലോമ സ്റ്റുഡൻസിനെ നമ്മൾ ഇന്റേൺഷിപ്പിൽ വിടുന്നതാണ്. ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ ഫേസ് പാലറ്റ് മേക്കപ്പ് ഏഞ്ചൽസ് പല ലൊക്കേഷനിൽ വർക്ക് ചെയ്യുന്നതിന് കൂടെ അവർ അസിസ്റ്റന്റ് വർക്കായിട്ട് അവർ ഇന്റേൺഷിപ്പായിട്ട് അവർ പോവുകയും അവർക്കൊരു നേരിട്ട് ഒരു അനുഭവം ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് എങ്ങനെ ക്ലയന്റിനെ ഹാൻഡിൽ ചെയ്യുന്നു, എങ്ങനെ വർക്ക് ചെയ്യുന്നു, എങ്ങനെ ടൈം കീപ്പ് ചെയ്യുന്നു, എങ്ങനെ ഇതെല്ലാം അവർക്ക് അറിഞ്ഞ് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇന്റേൺഷിപ്പ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുകൂടാണ്ട് തന്നെ അവർക്ക് എഡ്യൂക്കേഷനിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് നമ്മൾ ഇവിടുന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്, അവർക്ക് താല്പര്യമുള്ള സ്റ്റുഡൻസിന് നമ്മൾ എഡ്യൂക്കേഷണൽ ഇന്റേൺഷിപ്പിലും ഫോർ 1 month നമ്മൾ ഇവിടുന്ന് എടുക്കുന്നതാണ്. സോ ദാറ്റ് ഒരു മാസത്തോളം അവർ നമ്മുടെ ടീച്ചേഴ്സിന്റെ കൂടെ ഭാഗമായി എല്ലാത്തിനും അവർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കൂടെ ഉണ്ടാവും. നിങ്ങളൊരു ബിഗിനർ എന്ന നിലയിൽ നിങ്ങൾ ഫേസ് പാലറ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒട്ടും പേടിക്കണ്ട. നിങ്ങളിപ്പോൾ ഒരു എക്സ്പീരിയൻസ് വ്യക്തി ആയിക്കോട്ടെ, എന്നാലും പേടിക്കണ്ട. കാരണം നിങ്ങളുടെ ഫണ്ടമെന്റൽസ് റൈറ്റ് ആയിട്ടാണ് നിങ്ങൾ ഇവിടുന്ന് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം തിയറിറ്റിക്കൽ മോഡ്യൂൾ കവർ ചെയ്തതിന് ശേഷം നിങ്ങളൊരു പ്രാക്ടിക്കൽ മേക്കപ്പ് മോഡ്യൂളിലേക്കായിരിക്കും കിടക്കുന്നത്. ആ മോഡ്യൂളിൽ തന്നെ ഒരു വീക്കോളം നിങ്ങൾ ട്രെയിനിങ്, സിസ്റ്റമാറ്റിക് ട്രെയിനിങ്ങിന് ശേഷം നിങ്ങളെ ഫണ്ടമെന്റൽസ് ഓഫ് ഹെയർ സ്റ്റൈലിങ്ങിന്റെ 4 ദിവസത്തെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാരി ഡ്രേപ്പിംഗിന്റെയും സെറ്റ് മുണ്ട് ഉടുപ്പിക്കുന്നതിന്റെയും 1 day ക്ലാസ് ഉണ്ട്. സാരി ഡ്രേപ്പിംഗ് ആൻഡ് സെറ്റ് മുണ്ടിന്റെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂം മേക്കപ്പ്, അതുപോലെ തന്നെ തട്ടം എങ്ങനെയാണ് ഇടേണ്ടത് അത് പറഞ്ഞു തരികയും, അതുപോലെ തന്നെ ഗ്രൂംസിന് വേണ്ടി ടൈ എങ്ങനെയാണ് നമ്മൾ ടൈ ചെയ്യേണ്ടത്, നോട്ട്സ് എങ്ങനെയാണ്, അതൊക്കെ ഇവിടുന്ന് പറഞ്ഞു തരും. അതിനുശേഷം നിങ്ങൾക്ക് മാക് എന്ന ബ്രാൻഡിന്റെ സിസ്റ്റമാറ്റിക്കലി തിയറി ഇവിടുന്ന് പഠിപ്പിച്ചെന്ന് അത് വെച്ചായിരിക്കും നിങ്ങൾ ബ്രൈഡൽ റുട്ടീൻസ് തന്നത് പ്രാക്ടീസ് ചെയ്യുന്നത്. ആ ബ്രൈഡൽ റുട്ടീൻസ് നിങ്ങൾ സ്വന്തമായിട്ടായിരിക്കണം ചെയ്യുന്നത് അണ്ടർ ടീച്ചേഴ്സ് ഗൈഡൻസ്. ഇവിടെ ഒരു ടീം ഓഫ് ടീച്ചേഴ്സ് തന്നെയുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഗൈഡ് ചെയ്യാനും. അപ്പോൾ എല്ലാവരും നിങ്ങളെ സഹായിച്ചു തരും. നിങ്ങൾ പല പല റുട്ടീൻസ് ഇവിടുന്ന് ചെയ്യണം. ചുരുക്കം പറഞ്ഞ ഒരു ക്രിസ്ത്യൻ ബ്രൈഡ്, ഒരു ഹിന്ദു ബ്രൈഡ്, ഒരു മുസ്ലിം ബ്രൈഡ്, ഒരു റിസപ്ഷൻ ലുക്ക്, ഒരു എൻഗേജ്മെന്റ് ലുക്ക്, അങ്ങനെ 5 ലുക്കുകൾ ഇവിടുന്ന് നിങ്ങൾ മാക്ക് ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഹിസ്റ്ററി ഓഫ് മേക്കപ്പ്, കസ്റ്റമർ സർവീസ്, എറ്റിക്കറ്റ്സ് ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ്, റെസ്പോൺസിബിലിറ്റീസ്, എക്സാം പ്രോട്ടോകോൾസ്, ഇതെല്ലാം നിങ്ങൾക്ക് തിയറി ആയിട്ട് നിങ്ങൾക്ക് എല്ലാം കവർ ചെയ്ത് തരും. ലാസ്റ്റ് നിങ്ങൾ പോകുന്നത് അസൈൻമെന്റിനായിരിക്കും. അപ്പോൾ ഡിപ്ലോമ സ്റ്റുഡൻസ് അസൈൻമെന്റ്സിന്റെ ഇടയ്ക്ക് നിങ്ങളെ ഈ 2 ദിവസത്തെ ക്ലാസ്സുകൾക്കായി പാർട്ട് ടൈം ക്ലാസ്സസിനായിട്ട് നമ്മളിവിടുന്ന് വിളിക്കും. അതിനായിരിക്കും നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ഐ മേക്കപ്പ്, ഫോർ എക്സാമ്പിൾ ഹാഫ് കട്ട് ക്രീസിന്റെ ഐ മേക്കപ്പ് റുട്ടീൻ വിത്ത് എസ്റ്റേ ലോഡർ ആയിരിക്കും സിലബസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലെവൽ 4 ടെട്രാടോൺ റുട്ടീൻ ആയിരിക്കും. അതിന് നിങ്ങൾക്ക് ഹുദ ബ്യൂട്ടിയുടെ ആയിരിക്കും സിലബസ്. അതുകൊണ്ട് മിക്സിംഗ് ക്ലാസ് ഉണ്ടാവും. 2 ദിവസത്തെ ഹെയർ വേരിയേഷൻ ക്ലാസ് ഉണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് അഡ്വാൻസ് സാരി ഡ്രേപ്പിംഗ്, ദാറ്റ് ഇസ് ബോക്സ് പ്ലീറ്റിംഗ് ആൻഡ് മഡിസാർ സാരിയുടെ ഡ്രേപ്പിംഗ് ഉണ്ട്. 2 ദിവസത്തെ എയർ ബ്രഷ് മേക്കപ്പിന്റെ ക്ലാസ് ഉണ്ടാവും. ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അതുപരി ഞങ്ങൾ ഒരു 1 day മാർക്കറ്റിംഗ് ക്ലാസ്സും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ മാർക്കറ്റിംഗിൽ നിങ്ങൾക്ക് എങ്ങനെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്നും, നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ബിസിനസ് പ്ലാനിങ് എങ്ങനെയാണ്, നിങ്ങളുടെ ഫിനാൻസസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതിനുള്ളൊരു PDF വരെ ഞങ്ങൾ ഇവിടുന്ന് അയച്ചു തരും. സോ ദാറ്റ് നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് ആസ് എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന നിലയിൽ നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ പ്ലാനിങ്ങിനും സിസ്റ്റമാറ്റിക് പ്ലാനിങ്ങിനും ഫിനാൻഷ്യൽ മാനേജ്മെന്റിനും വേണ്ടിയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റേഷൻസ് ഇൻക്ലൂഡിംഗ് ക്ലയന്റ് കൺസൾട്ടേഷൻ ഫോംസ്, ക്ലയന്റ് ബുക്കിംഗ് ഫോംസ്, ഇതെല്ലാം ഞങ്ങൾ ഇവിടുന്ന് PDF ആയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. സോ കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പമായില്ലേ അല്ലേ? അതിനുപരി നിങ്ങൾക്ക് എഗെയിൻ 4 ദിവസത്തെ ബ്രൈഡൽ മേക്കപ്പ് റുട്ടീൻസ് നിങ്ങൾക്ക് ഇതിന് ഭാഗമാണ്. സോ ഈ അഡ്വാൻസ് റുട്ടീൻസ് എല്ലാം പഠിച്ചതിന് ശേഷം നിങ്ങൾ ഇവിടെ ഒന്നുകൂടെ ബ്രൈഡൽ റുട്ടീൻ ചെയ്യണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റുട്ടീൻ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹൽദി മേക്കപ്പ് ചെയ്യാം. നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി ഉണർത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പർപ്പസ്. അതിന് വേണ്ടിയിട്ട് പല ദിവസം പല പല ബ്രാൻഡ് ഓഫ് പ്രൊഡക്റ്റുകളായിരിക്കും നമ്മളിവിടെ വെക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പലതരത്തിലുള്ള ഐ ഷാഡോ പാലറ്റ്സ്, പലതരത്തിലുള്ള സ്കിൻ പ്രെപ്പ് പ്രൊഡക്റ്റുകൾ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കുട്ടികൾക്ക് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാനും ഒന്നും നമ്മളിവിടെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ദേ ക്യാൻ ടേക്ക് ആൻഡ് യൂസ് ആസ് മച്ച് ആസ് ദേ വോണ്ട്. അവരുടെ ക്രിയേറ്റിവിറ്റീനെയും അവരുടെ ആർട്ടിനും ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ബേസിക്കലി ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അതിനൊരു സ്പേസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദേ ആർ ഫ്രീ ടു ഡു വാട്ട് ദേ ലൈക്ക് പ്രൊവൈഡഡ് ദർ ഇസ് ഇനഫ് ഡിസിപ്ലിൻ, ദർ ഇസ് ഓൾസോ റെസ്പോൺസിബിലിറ്റി. പിന്നെ ഫേസ് പാലറ്റിൽ ഹൈജീൻ പ്രോട്ടോകോൾസ് ഭയങ്കര ചിട്ടയുള്ള കാര്യം. ഞാൻ അതിനകത്ത് ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഐ ബിലീവ് ഇൻ ക്ലയന്റ് സേഫ്റ്റി ആൻഡ് ഓൾസോ ദി ആർട്ടിസ്റ്റ് സേഫ്റ്റി. ഹൈജീൻ പ്രോട്ടോകോൾസ് മേക്കപ്പ് ആർട്ടിസ്ട്രിയിൽ കൊണ്ടുവന്നത്
മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ്. അത് പഠിക്കുക എന്ന് പറയുന്നത് ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് എൻ ഇന്റർനാഷണലി സർട്ടിഫൈഡ് ആർട്ടിസ്റ്റ് യു നോ ദാറ്റ്. അത് നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കൈ കൊണ്ട് ഒരു പ്രശ്നം, ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു അറിവില്ലായ്മ കൊണ്ട് ഒരു ക്ലയൻറ്റിനും ഒരു ആരോഗ്യ പ്രശ്നങ്ങളും വരാൻ പാടില്ല. കാരണം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു പ്രൊഫഷനാണ് മേക്കപ്പ് ആർട്ടിസ്ട്രി. അതുകൊണ്ട് ഇവിടുന്ന് ഹൈജീൻ പ്രോട്ടോകോൾസ് സഹിതം എല്ലാം പഠിപ്പിച്ചിട്ടാണ് ഒരു കുട്ടീനെ ഇവിടുന്ന് വിടുന്നത്. ഒരു ഇന്റർനാഷണൽ ഡിപ്ലോമ ഹോൾഡർ ഇൻ മേക്കപ്പ് ആർട്ടിസ്ട്രി ആൻഡ് ഹെയർ സ്റ്റൈലിംഗ് എന്ന് പറയുമ്പോൾ അവർ മിനിമം ആയിട്ടുള്ള ചില അറിവും കഴിവും കമ്പൽസറി ആണ്, മാൻഡേറ്ററി ആണ്. അപ്പം ഇവിടുത്തെ ഇവാലുവേഷൻ കുറച്ച് സ്ട്രിഞ്ചൻ്റ് ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിയറി പേപ്പറിൻ്റെ ഇവാലുവേഷനും ഉണ്ട്, പ്രാക്ടിക്കൽ ഭാഗത്തിൻ്റെ ഇവാലുവേഷനും ഉണ്ട്. ഇതാണ് അവരുടെ റിപ്പോർട്ട് കാർഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് അവരുടെ പോർട്ട്ഫോളിയോ നമ്മളിവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിനകത്ത് റിമാർക്സ് വരുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഭാഗം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ എലമെൻസിനും അവർക്ക് സ്കോറാണ്. അല്ലെങ്കിൽ ഒരു ലുക്ക് കണ്ട് ഞാനൊരു മാർക്ക് കിട്ടും, അങ്ങനെയല്ല. കുട്ടികളുടെ ഓരോ എലമെൻസും അവരെങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളതിന് സ്കോറിങ്ങിന് ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ട്. തിയറി ആയാലും അതിനകത്ത് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ, അങ്ങനെയൊന്നുമല്ല. എന്തിനോ വേണ്ടി തരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. വി ഹാവ് ടു ഇവാലുവേറ്റ് ദിയർ നോളജ് ആൻഡ് ദിയർ സ്കിൽ. അത് ക്രിട്ടിക്കൽ എലമെന്റ് ആണ് ആസ് എ ഡിപ്ലോമ സ്റ്റുഡൻറ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു അക്കാഡമി എന്ന നിലയിൽ ആ കാര്യത്തിൽ നമ്മൾ സ്ട്രിക്റ്റ് ആണ്. നിങ്ങളത് കറക്റ്റായിട്ട് പഠിച്ച് വേണം ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങാൻ. ബിക്കോസ് ഇറ്റ്സ് എ ഹൈലി കോമ്പറ്റീറ്റീവ് ഇൻഡസ്ട്രി. അപ്പോൾ കുട്ടികളെ എല്ലാ രീതിയിലും തയ്യാറാക്കിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് വിടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ റിപ്പോർട്ട് കാർഡ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വൈവ വരെയുണ്ട്. ദ റീസൺ വി ഹാവ് വൈവ ഇസ് ബിക്കോസ് അവർക്ക് ഒരു ക്ലയൻറ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം അവർക്ക് ഉത്തരം പറയാനുള്ള ബേസിക് എബിലിറ്റി അവർക്കുണ്ടായിരിക്കണം. ഈ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഹൈലി സാച്ചുറേറ്റഡ് ആയി മാറിയതാണ് ത്രൂ ദ റൈസ് ഓഫ് സോഷ്യൽ മീഡിയ. നമുക്ക് കറക്റ്റായിട്ടുള്ള റൈറ്റ് നോളജ് കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോ നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പറിനോ നിങ്ങളുടെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കോ നിങ്ങളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ താല്പര്യമുണ്ട്, നിങ്ങൾ അക്കാഡമി ചൂസ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദിയർ ക്രെഡിബിലിറ്റി ആൻഡ് ക്രിഡൻഷ്യൽസ്. അവരെന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവരുടെ ക്രെഡിബിലിറ്റി എന്താണ്, അവരെന്തൊക്കെ മോഡ്യൂൾസിൽ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെറിയൊരു ടൈം ഡ്യൂറേഷനും നിങ്ങളൊരു എന്താ പറയുക ഒരു ഫീ സ്ട്രക്ചർ മാത്രം നോക്കാതെ വാട്ട് ഡസ് ദിസ് ഇൻക്ലൂഡ് എന്ന് നോക്കാൻ മറക്കാതിരിക്കുക. ബിക്കോസ് നല്ല രീതിയിൽ തന്നെ പഠിച്ച് വേണം നിങ്ങൾ മുൻനിർത്തി ഇൻഡസ്ട്രിയിലേക്ക് ചെല്ലാൻ. ഡോണ്ട് ഫർഗെറ്റ് ദിസ് ഇസ് എ ഹൈലി കോമ്പറ്റീറ്റീവ് ഇൻഡസ്ട്രി. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ട്രെയിനിങ്ങും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയൺമെന്റും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഫേസ് പാലറ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് വി ആർ ഹിയർ ഫോർ യു ഓൾ ദ ടൈം. കുട്ടികൾക്ക് സ്റ്റുഡൻസിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ എന്തെങ്കിലും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു സ്പേസ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ആൻഡ് വി ആർ ഓൾവേസ് ദെയർ ഫോർ അവർ സ്റ്റുഡൻസ്. ദാറ്റ്സ് എ റീസൺ അവർ സ്റ്റുഡൻസ് ആർ എക്സലിംഗ് ഇൻ ദിസ് ഇൻഡസ്ട്രി ഇഫ് യു ആക്ച്വലി ലുക്ക് അറൗണ്ട്. നിങ്ങൾ ഒരു മേക്കപ്പ് എന്തൂസിയാസ്റ്റ് ആണ്, നിങ്ങൾക്ക് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണം എന്നിരിക്കട്ടെ, അതിൻ്റെ റൈറ്റ് രീതിയിൽ ഒരു ഇന്റർനാഷണൽ കരിക്കുലം ബേസിസിൽ പഠിക്കണമെന്നിരിക്കട്ടെ, നല്ല ലെവലിൽ ട്രെയിൻ ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു ഗൈഡൻസും സപ്പോർട്ട് സിസ്റ്റവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവണം. പഠിക്കുവാണെങ്കിൽ അത് നല്ല രീതിയിൽ പഠിക്കണം, നല്ല രീതിയിൽ വളർത്തണം. അതുപോലെ തന്നെ അതിനുള്ള എല്ലാ സപ്പോർട്ടും ആ ഒരു സർട്ടിഫിക്കേഷനും എല്ലാ രീതിയിലുള്ള മോഡ്യൂൾസും നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ള ഒരു എൻവയൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഫേസ് പാലറ്റ്. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട് ഫോർ യുവർ സെൽഫ് ആൻഡ് ഐ എം ഓൾവേസ് ഹിയർ ഫോർ യു.